ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ അന്വേഷണ കാലാവധി 6 ആഴ്ച കൂടി നീട്ടി ഹൈക്കോടതിയുടെ ഉത്തരവ്. വിട്ടുവീഴ്ചയില്ലാതെ അന്വേഷണം നടത്തണമെന്ന് കോടതി നിർദ്ദേശം. അയ്യപ്പ ഭഗവാന്റെ പവിത്രമായ സ്വത്തിന്റെ സംരക്ഷണം ഉറപ്പാക്കേണ്ടത് കോടതിയുടെ ബാധ്യതയെന്നും നിരീക്ഷണം. അതേസമയം ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ED അന്വേഷണത്തിന് തടസ്സമില്ലെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ EDയുടെ അന്വേഷണം നടത്തുന്നതിൽ യാതൊരു തടസ്സവുമില്ലെന്നാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിലപാടെടുത്തത്. EDയുടെ അന്വേഷണം ആകാം. കേസിന്റെ FIR രേഖകളടക്കം ആവശ്യപ്പെട്ട് ED നൽകിയ അപേക്ഷ തള്ളിയ റാന്നി മജിസ്ട്രേറ്റ് കോടതി നടപടിയും ഹൈക്കോടതി റദ്ദാക്കി. കൂടുതൽ കാര്യകാരണങ്ങൾ ഉൾക്കൊള്ളിച്ച് ED സമർപ്പിക്കുന്ന പുതിയ അപേക്ഷ ബന്ധപ്പെട്ട മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കാനും ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചു. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ പ്രഥമ ദൃഷ്ട്യാ വ്യക്തമായെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയെ സമീപിച്ചത്. കേസ് രേഖകൾ നൽകാനാകില്ലെന്ന മജിസ്ട്രേറ്റ് കോടതിയുടെ നിലപാട് അന്വേഷണത്തിന് തടസ്സമുണ്ടാക്കിയെന്നും ഇടപെടൽ വേണമെന്നുമായിരുന്നു ആവശ്യം. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക സംഘം അന്വേഷണം നടത്തുന്നതുകൊണ്ട് കേസ് രേഖകൾ വേണമെന്ന EDയുടെ ആവശ്യം അംഗീകരിക്കാനാകില്ലെന്നായിരുന്നു മജിസ്ട്രേറ്റ് കോടതിയുടെ തീരുമാനം. പക്ഷേ ഈ തീരുമാനം തള്ളിയ ഹൈക്കോടതി EDയുടെ ആവശ്യം വീണ്ടും പരിഗണിക്കാനും നിർദ്ദേശിച്ചു. ഇതോടെ ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ പ്രത്യേക സംഘത്തിന് പുറമെ EDയുടെ സമാന്തര അന്വേഷണത്തിനുള്ള സാധ്യതകളും കൈവന്നു. അതേസമയം ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ പ്രത്യേക സംഘത്തിന് അന്വേഷണ കാലാവധി 6 ആഴ്ചത്തേക്ക് കൂടി ഹൈക്കോടതി നീട്ടി നൽകിയിട്ടുണ്ട്. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് SIT തലവൻ നേരിട്ട് ഹാജരായി സമർപ്പിച്ചു. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആവശ്യപ്രകാരമാണ് ഹൈക്കോടതി സമയം നീട്ടി നൽകിയത്. ശ്രീകോവിൽ പ്രധാന വാതിലിന്റെ 2018-19 ഇടപാടുകളുടെയും വാതിൽപ്പാളി ചെന്നൈയിലേക്ക് കൊടുത്തുവിട്ട 2014 മുതൽ 2025 വരെയുള്ള കാര്യങ്ങളുടെ അന്വേഷണം ശൈശവ അവസ്ഥയിലെന്ന് SIT സംഘം കോടതിയെ അറിയിച്ചു. അയ്യപ്പ ഭഗവാന്റെ പവിത്രമായ സ്വത്തിന്റെ സംരക്ഷണം ഉറപ്പാക്കേണ്ടത് കോടതിയുടെ ബാധ്യതയെന്നും നിരീക്ഷിച്ച ദേവസ്വം ബെഞ്ച് വിട്ടുവീഴ്ചയില്ലാത്ത അന്വേഷണം ആകണമെന്നും പ്രത്യേക സംഘത്തെ ഓർമ്മിപ്പിച്ചു. ജനം, കൊച്ചി.